അങ്ങനെ ഒരു പേടി നമുക്ക് മാത്രമല്ല അശ്വതി, ഗീതയ്ക്കും അപ്പൂനും ഒക്കെ ഉണ്ട്. ഇന്ന് ബാങ്കിൽ വെച്ച് കണ്ടപ്പോൾ ഗീതയും അക്കാര്യോ സംസാരിച്ചത്. ആതിരെ മകളായിട്ട് കാണാൻ മനസ്സ് കാണിക്കുന്ന VP ഇപ്പോഴും അപ്പൂനെ ജന്മശത്രുവിനെ പോലെയാ കാണുന്നതെന്ന്. അപ്പൂനോടുള്ള ആ ദേഷ്യവും പകയൊന്നും ഒരിക്കലും VPയിൽ നിന്ന് വിട്ടുപോയില്ല എന്ന് അവർ വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. അങ്ങനെ അത് തുടർന്നു പോയാൽ വീട്ടുകാരുടെ പൂർണ്ണ സമ്മതത്തോടെ ഈ വിവാഹം നടക്കാനുള്ള സാധ്യത കുറവായിരിക്കും. ഇനിയിപ്പോൾ അഥവാ നടന്നാൽ തന്നെ VP ഉള്ളിടത്തോളം കാലം അപ്പൂന് ആ വീട്ടിൽ യാതൊരു സ്ഥാനവും ഉണ്ടായിരിക്കില്ല. അങ്ങനെ വന്നാ ഗീതേച്ചി കഷ്ടപ്പെടുന്നതൊക്കെ വെറുതെ ആവുകയും ചെയ്യും. പാവം, വല്ലാത്തൊരു തലവിധി തന്നെ അവരുടേത്. എന്തായാലും ടൂർ കഴിഞ്ഞ് മാളും ജോബിനും ഒക്കെ മടങ്ങിയെത്തുമ്പോ അവർക്കിതൊക്കെ ഒരു സർപ്രൈസ് ആയിരിക്കും. അപ്പു ഇതേക്കുറിച്ചൊന്നും മാളുവിനോട് സംസാരിച്ചില്ലെന്ന് തോന്നുന്നു അല്ലേ? അവര് മലേഷ്യക്ക് പോകുന്നതിന്റെ അന്നുകൂടി അപ്പുവിനെ കാണാൻ അവിടെ കയറിയതല്ലേ. എന്നിട്ട് കൂടി അപ്പു അതേക്കുറിച്ചൊന്നും മാളുവിനോട് സംസാരിച്ചില്ലല്ലോ. അതെന്തെങ്കിലും ആവട്ടെ, നമ്മളായിട്ട് ഇതിനൊന്നും വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട. അവര് തിരിച്ചു വരുമ്പോൾ അപ്പുവായിട്ട് പറയോ പറയാതിരിക്കോ എന്തു വേണേ ചെയ്തോട്ടെ. അഥവാ ഈ പറഞ്ഞ പോലെയൊക്കെ തന്നെ കല്യാണം നടക്കുമെങ്കിൽ മാളുവിനും ജോബിനും ആ ചടങ്ങ് മിസ്സാവും. ആ സമയത്ത് അവര് US-ലായിരിക്കുമല്ലോ. ആദ്യം അവിടെ വരെയൊക്കെ എത്തട്ടെ കാര്യങ്ങൾ. അവര് നാളെ ടൂർ കഴിഞ്ഞെത്തിയിട്ട് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പ്ലാൻ ചെയ്യണമെന്ന് ജോബിൻ പറയുന്നുണ്ടായിരുന്നു. മുരളീട്ടൻ രാവിലെ വരെ പിക്ക് ചെയ്യാനായിട്ട് എയർപോർട്ടിൽ പോകുന്നുണ്ടോ? ഞാൻ ചെല്ലേണ്ട കാര്യമില്ലെന്ന് ജോബിൻ പ്രത്യേകം പറഞ്ഞു. നേരെ ഡേസി ടീച്ചറിന്റെ അടുത്തേക്കാവും പോകുന്നതെന്ന്. ടീച്ചർ ഇവിടെ തനിച്ചല്ലേ ഉള്ളൂ ഇപ്പോ. അവര് വന്നിട്ട് വിളിക്കട്ടെ. താങ്ക് യു. വാമോളെ, യാത്രയൊക്കെ സുഖമായിരുന്നോ? ഇന്നലെ വരുമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്നെന്താ വരവ് മാറ്റിയത്? എന്തോ സെക്യൂരിറ്റി ഇഷ്യൂസ് കാരണം ആ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തു മമ്മി. അതാ ലേറ്റ് ആയത്. നീ എന്താ പിന്നെ എത്തിയിട്ട് വിളിക്കാഞ്ഞത്? മുരളി കുറച്ചു മുമ്പ് നിങ്ങളുടെ കാര്യം വിളിച്ച് ചോദിച്ചതേ ഉള്ളൂ. മാളു, വീട്ടിലേക്കൊന്ന് വിളിച്ചു പറമോളെ നിങ്ങൾ എത്തിയെന്ന്. എന്റെ ഫോൺ ഡെഡാ ആന്റി, ഓൺ ചെയ്യാനേ പറ്റുന്നില്ല. എങ്കിൽ പോയ സ്ഥലത്ത് നിന്ന് പുതിയ ഒരെണ്ണം വാങ്ങായിരുന്നില്ലേ? നീ എന്താ ജോബിൻ ഇവൾക്കൊരു ഫോൺ വാങ്ങി കൊടുക്കാഞ്ഞത്? ഞാൻ ചോദിച്ചാ മമ്മി. അപ്പൊ ഇവിടെ എത്തിയിട്ട് അത് ശരിയാക്കി എടുത്താൽ മതി എന്നാ മാള് പറയുന്നത്. പലരുടെയും നമ്പറും ഡേറ്റാസും ഒക്കെ അതിൻ്റെ അകത്തല്ലേ. അതൊക്കെ റിട്രീവ് ചെയ്ത് എടുക്കാൻ പറ്റുമോ നോക്കണം. കൊള്ളാം. രണ്ടുപേരും കുറച്ചു ദിവസം ഒന്ന് മാറി നിന്നപ്പോഴേക്കും ഒരു കോലമായല്ലോ. എന്താ കുട്ടികളെ, നിങ്ങൾ പോയ സ്ഥലത്ത് മനസ്സിനെ പിടിച്ച ആഹാരമൊന്നും ഇല്ലായിരുന്നോ? അതൊക്കെ മമ്മിക്ക് വെറുതെ തോന്നുന്നത്. ഒന്ന് പോടാ. എനിക്ക് വെറുതെ തോന്നുന്നതൊന്നുമല്ല. രണ്ടുപേരും നല്ലതുപോലെ ക്ഷീണിച്ചിട്ടുണ്ട്. കണ്ടാ ഏതോ അഭയാർത്ഥി ക്യാമ്പിൽ നിന്ന് വരുന്നത് പോലെയുണ്ട്. എന്തു പറ്റി മാളു? ഏയ് കുഴപ്പമൊന്നുമില്ല ആന്റി. എന്തു പറ്റി മാളൂന്? എന്താ അവള് വല്ലാതിരിക്കുന്നേ? ഏയ് ഒന്നുമില്ല മമ്മി. എയർപോർട്ടിൽ വന്നപ്പോൾ മുതല് തലവേദനയെന്ന് പറയുന്നുണ്ടായിരുന്നു. ചിലപ്പോൾ അതിൻ്റെ ആവും. കുറച്ചു നേരം റെസ്റ്റ് എടുക്കുമ്പോൾ ഓക്കെ ആവും. നിങ്ങൾ എപ്പോഴാ മാളൂന്റെ വീട്ടിലേക്ക് പോകുന്നേ? ആ, പോവാം. ഇപ്പൊ ഇങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ. വൈകുന്നേരമോ മറ്റോ സൗകര്യം പോലെ പോവാം. അത് മതി. എന്നാലും പറ്റുമെങ്കിലേ ഇന്ന് തന്നെ പോകാൻ നോക്കണം. അവര് മാളൂനെ നിന്നെ കാണാൻ വേണ്ടി കാത്തിരിക്കുക. നോക്കാം. എന്നാ രണ്ടുപേരും പോയി ഫ്രഷ് ആയിട്ട് വാ. ഞാൻ ഭക്ഷണം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എനിക്കിപ്പോ വേണമെന്നില്ല മമ്മി, കുറച്ച് കഴിഞ്ഞു മതി. ജോബിൻ, എന്താ നീയും ആകെ ഡള്ളായിരിക്കുന്നേ? രണ്ടുപേരും തമ്മിൽ പിണക്കം വല്ലതും ഉണ്ടോ? ഏയ് എന്ത് പിണക്കം? ഇങ്ങോട്ടുള്ള യാത്ര ഒട്ടും സുഖമായിരുന്നില്ല. അതിന്റെ ഒരു മടുപ്പ എപ്പോഴും. കുറച്ച് കഴിയുമ്പോൾ ഉഷാറായിക്കോളും മമ്മി.
സുഭാഷ്, ഗുഡ് മോർണിംഗ്. താൻ രാവിലെ വന്ന് ഓഫീസ് തുറക്കണം. ഞാൻ വരാൻ അല്പം ലേറ്റാവും. അത് ഉച്ച കഴിഞ്ഞല്ലേ ഉള്ളൂ. 11:30 കഴിയുമ്പോൾ ആ ലാൻഡ് റിക്കവറി കേസിന്റെ കക്ഷി വരും. അവരെ മൊഴിയൊന്ന് പഠിപ്പിച്ചേക്കണം. അപ്പോഴേക്ക് ഞാനങ്ങെത്താം. ശരി. വക്കീൽ സാറിന് ലേറ്റ് ആണല്ലോ, എന്തു പറ്റി? ഇന്നലെ സംസാരിച്ചിരുന്ന് കിടന്നപ്പോൾ ലേറ്റ് ആയില്ലേ, വല്ലാതെ ഉറങ്ങിപ്പോയി. ഏട്ടനൊന്ന് പോകേണ്ട അത്യാവശ്യ കാര്യമുണ്ടോ? പിന്നെ കുറച്ച് ലേറ്റ് ആയാലും പോകാതിരിക്കാൻ പറ്റില്ല. തന്നെയല്ല, ഉച്ച കഴിഞ്ഞൊരു കേസും ഉണ്ട്. എന്താ നീ ചോദിച്ചേ? ഏയ്, ഞാൻ വെറുതെ ചോദിച്ചതാ. തിരക്കൊന്നുമില്ലെങ്കിൽ 2 ദിവസം ഇവിടെ നിൽക്കാൻ പറ്റുമെന്ന് ചോദിച്ചതാ. എന്താ, തനിച്ചിവിടെ നിൽക്കാൻ നിനക്ക് വിഷമായി തുടങ്ങിയോ? വിഷമായിട്ടല്ല, എന്നാലും എന്തോ ഒരു വല്ലായ്മ പോലെ. മുത്തിയമ്മയും കുട്ടിപ്പട്ടാളൊക്കെ ഉണ്ടല്ലോ ഇവിടെ, പിന്നെന്താ വിഷമം? എല്ലാരും കൂടി പഴയതുപോലെ അടിപൊളിയാക്കിക്കൂടെ? ഞാൻ വെറുതെ ചോദിച്ചതേ ഉള്ളൂ. അതിന് അപ്പൂന്റെ അടുത്തുനിന്ന് പോകുന്നതിൽ നിനക്ക് നല്ല വിഷമമുണ്ടല്ലേ? ഏയ്, അങ്ങനൊന്നും ഇല്ല ഏട്ടാ. അങ്ങനെയൊക്കെ ഉണ്ടെന്ന് നിന്റെ ഈ മുഖം കണ്ടാൽ അറിയാലോ. ഏട്ടന് വെറുതെ തോന്നുന്നതാ. അവിടെ നിന്ന് പോകുന്നത് നിനക്ക് നല്ല സങ്കടമായെന്ന് എനിക്കറിയാം. അവിടെ കുറച്ച് ദിവസം കൂടെ നിൽക്കുന്നതുകൊണ്ട് ടീച്ചറോ ഗീതാമ്മയുടെ ഒന്നും വിചാരിക്കില്ലായിരിക്കാം. എന്നാലും അത് ശരിയല്ല. പ്രത്യേകിച്ചും മാളുവും ഡോക്ടർ ജോബിനൊക്കെ തിരിച്ചു വന്ന സ്ഥിതിക്ക് അവരിനി സമയം കിട്ടുമ്പോഴൊക്കെ അവിടെ വരുമായിരിക്കും. ടീച്ചറോ ഗീതാമ്മയുടെ നിങ്ങളെ റിലേഷൻ മനസ്സിലാക്കുന്നത് പോലെ മറ്റുള്ളവർ അതിനെ ഉൾക്കൊള്ളണമെന്നില്ല. പിന്നെ അതൊക്കെ ഇപ്പോഴേ ഒരു ചർച്ചാ വിഷയമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. പണിക്കർ സാർ അവിടെ ഉള്ളപ്പോൾ നീ അവിടെ തങ്ങുന്നതിൽ ഒരു ന്യായം ഉണ്ടായിരുന്നു. പക്ഷേ സാറും ഗീതാമ്മയുടെ അവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് ചേട്ടൻ വിഷമിക്കണ്ട. അതൊക്കെ എനിക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ. ഡോക്ടറും ആളും വന്നതുകൊണ്ട് ടീച്ചർ തിരിച്ചു പോയെന്ന് അപ്പു വിളിച്ചപ്പോ പറഞ്ഞിരുന്നു. ഗീതാന്റെ ഇപ്പൊ അവിടെ ഉണ്ട്. ആന്റി കൂടി മനസ്സിലേക്ക് തിരിച്ചു പോയാ അപ്പു അവിടെ തനിച്ചാവുമല്ലോ എന്ന് വിചാരിച്ചു. ചേട്ടനോട് ചോദിച്ചിട്ട് ഒന്നുകില് അപ്പുവിനെ കൂടി ഇങ്ങോട്ട് വിളിച്ചാലോ എന്ന് വിചാരിച്ച് ചോദിച്ചതാ. നോക്കട്ടെ. ഏതായാലും 2 ദിവസത്തേക്ക് ഗീതാമ്മയുടെ ഉണ്ടല്ലോ അവിടെ. അത് കഴിഞ്ഞ് നമുക്ക് എന്താ വേണ്ടെന്ന് ആലോചിക്കാം. പോരെ? മതി ഏട്ടാ. ഇവരെന്താ ഒരു മുന്നറിയിപ്പില്ലാതെ? നിളച്ചേച്ചും കൂട്ടിയാണല്ലോ വരവ്. എന്തോ പ്രശ്നമുണ്ടല്ലോ ചേട്ടാ. വാമോളെ. നീ ഇവിടെ ഉണ്ടാവുമെന്ന് സംശയിച്ചാ വന്നേ. ഭാഗ്യം, ആള് സ്ഥലത്തുണ്ടല്ലോ. ഇവളെയും കൂട്ടി യൂണിവേഴ്സിറ്റി വരെ വരേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. കൂട്ടത്തില് ഇവിടെയും കൂടെ കയറി നിന്നെയും ആതിരമോളെയും ഒന്ന് കണ്ടിട്ട് പോകാലോ എന്ന് കരുതി. കയറി വരൂ. യൂണിവേഴ്സിറ്റിയിൽ വരേണ്ട കാര്യം എന്തായിരുന്നു? ഇവളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് എവിടെയോ നഷ്ടപ്പെട്ടു. അതിന്റെ ഒരു പകർപ്പെടുക്കാൻ വന്നതാ. ഇനിയിപ്പോ അതിന്റെയൊക്കെ ഒരു ആവശ്യം വന്നാ അന്നേരം കിടന്ന് ഓടണ്ടല്ലോ എന്ന് വിചാരിച്ചു. നിളച്ചേച്ചി അവിടെ തന്നെ നിന്നിളഞ്ഞ് കയറി വരൂ. കേറി വാ മോളെ, ഇത് നമ്മുടെ വീട് തന്നെയല്ലേ. എന്തൊക്കെയാ നന്ദേട്ട വിശേഷങ്ങൾ? സുഖായിരിക്കുന്നു. നിളയ്ക്ക് സുഖല്ലേ? സുഖം. എത്ര നാളെ നിളച്ചേച്ചി കണ്ടിട്ട് അല്ലേ നന്ദേട്ടാ? എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമുണ്ട് മോളെ. ഒരു കുടുംബം പോലെ കഴിഞ്ഞിരുന്നവരല്ലേ. പല വഴി പിരിഞ്ഞാലും ഒടുക്കം എത്തേണ്ടടുത്ത് എത്തിയല്ലേ പറ്റൂ.
നന്ദേട്ടൻ ഇന്ന് ഓഫീസിൽ പോണ്ടേ? പോണം. കുറച്ച് ലേറ്റായിട്ട് ഇറങ്ങിയാൽ മതി. ആ അതേതായാലും നന്നായി. നന്ദ, നിന്നോട് എനിക്ക് ചില കാര്യങ്ങൾ ഗൗരവമായി സംസാരിക്കാനുണ്ട്. നിങ്ങൾ സംസാരിക്ക്, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. വാ ചേച്ചി. ശരി. എന്താ മാമന് പറയാനുള്ളത്? നിന്നോട് ഞാൻ കള്ളം പറഞ്ഞതാ നന്ദ. യൂണിവേഴ്സിറ്റി വരെ വരേണ്ട കാര്യമുണ്ടായിരുന്നു എന്നുള്ളത് നേരാ. പക്ഷേ അതൊരു കാരണമാക്കിയെന്നേ ഉള്ളൂ. അതെനിക്ക് മനസ്സിലായി. ഒരു ദിവസത്തെ ആവശ്യത്തിന് വന്നതാണെങ്കിൽ നിളയുടെ കയ്യിൽ അങ്ങനെ ഒരു ബാഗിന്റെ ആവശ്യമില്ലായിരുന്നല്ലോ. എന്താ മാമ കാര്യം? നീ വാ പറയാം. വീട്ടിലെ കാര്യങ്ങൾ വല്ലാത്തൊരവസ്ഥയിലേക്കാണ് നന്ദ നീങ്ങുന്നത്. ഇപ്പൊ ഏത് നേരവും നിളയുടെ കാര്യമോർത്ത് സങ്കടപ്പെടാനാ ഞങ്ങളുടെ വിധി. വിശ്വസിച്ച് മോളുടെ കൈ പിടിച്ച് ഏൽപ്പിച്ചത് ഒരു കരിമൂർഖനെയായിപ്പോയി. നിളയിപ്പം മാമന്റെ കൂടെയല്ലേ, പിന്നെ അയാളുടെ ശല്യം ഉണ്ടാവില്ലല്ലോ. അവന്റെ ശല്യം ഇനി ഉണ്ടാവരുതെന്ന് കരുതിയാ ഞാൻ അങ്ങനെ ഒരു തീരുമാനമെടുത്തേ. അതിപ്പോ അതിലും വലിയ കുരുക്കായി. അതെന്താ, അയാളെ കേസ് വല്ലതും കൊടുത്തോ? കേസ് കൊടുത്തെങ്കിൽ അന്തസ്സായ ആ കേസ് നടത്തി കൊച്ചിന്റെ കഴുത്തിൽ നിന്ന് ആ ഊരാ കുടുക്ക് എന്നെ അഴിച്ചേനെ. ഇതിപ്പോ പുല്ല് തിന്നേയില്ല തീറ്റിക്കുകയില്ല എന്നും പറഞ്ഞ് തൊഴുത്തിൽ നായ നിൽക്കുന്ന പോലെ നിൽക്കല്ലേ. ഇതുവരെ ഫോണിൽ വിളിച്ചുള്ള വിരട്ടലും ഭീഷണിപ്പെടുത്തലും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അടുത്തിടെയായിട്ട് അവൻ ഒരു പടി കൂടി മോളിൽ കയറി കളിച്ചു തുടങ്ങിയിരിക്കുന്നു. എന്താ, അയാൾ വീട്ടിൽ വന്ന് വല്ല പ്രശ്നം ഉണ്ടാക്കിയോ? മെനങ്ങാന്ന് രാത്രിയിൽ അവൻ മൂക്കറ്റം മദ്യപിച്ച് വീട്ടിൽ വന്ന് കയറി. എന്താ അയാളുടെ പ്രശ്നം? ഒന്ന്, നിളയെ അവൻ്റെ കൂടെ പറഞ്ഞയക്കണം. പിന്നെ അവളുടെ പേരിലുള്ള 1 ഏക്കർ തെങ്ങും പുരയിടം അവന് വിറ്റുകൊടുക്കണമെന്നും. അതിന് അവനായിട്ട് ആളെ കൊണ്ടുവന്നിരിക്കുന്നു. നമ്മുടെ കിഴക്കേ ചെറിയിൽ ബണ്ട് റോഡ് വന്നേ പിന്നെ വസ്തുവിനൊക്കെ അവിടെ ഇപ്പം നല്ല ഡിമാൻഡാ മോനെ. ഏത് കണ്ണുപൊട്ടനും 1.5 കോടി മതിപ്പ് പറയുന്ന ആ വസ്തു ഇപ്പൊ അവൻ പറയുന്ന ആൾക്ക് വെറും 45 ലക്ഷം രൂപയ്ക്ക് കൊടുക്കണമെന്ന്. ചത്താല് ശരി, ആ കച്ചവടത്തിന് ഞാനില്ലെന്ന് തറപ്പിച്ചങ്ങ് പറഞ്ഞു. അതിന്റെ ദേഷ്യം മുഴുവൻ തീർത്തത് എന്റെ മോളുടെ ദേഹത്താ. ആ പരമദ്രോഹി എന്റെ മുന്നിലിട്ട് പട്ടിയെ തല്ലും പോലെ അവളെ തല്ലി ചതച്ചത്. തടയാൻ ചെന്ന എനിക്കും ശാരദയ്ക്കും കിട്ടിയ അടി. ഇനിയും വരുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് അവൻ പോയിരിക്കുന്നത്. നിങ്ങളൊക്കെ ഇത് ഏത് ലോകത്തെ ശേഖരമാമ്മ ജീവിക്കുന്നത്? കല്യാണം കഴിച്ചു പോയെന്ന് കരുതി ഒരാൾക്കും ഇങ്ങനെ ഭാര്യയെയും അവരുടെ വീട്ടുകാരെയും ഒന്നും ഉപദ്രവിക്കാൻ ഒരവകാശമില്ല. അതും സ്ത്രീ സംരക്ഷണത്തിനുള്ള ഇത്രയും നിയമങ്ങൾ നിലനിൽക്കുന്ന ഈ നാട്ടിൽ. നിയമവും വകുപ്പും ഒക്കെ ഒരു ഭാഗത്ത് കിടക്കും. അനുഭവിക്കാനുള്ളത് നമ്മൾ അനുഭവിക്കണം. ഇനി അവനെതിരെ കേസും കൂടി കൊടുത്താൽ പിന്നെ അതിന്റെ പേരിലാവും അടുത്ത ഭീഷണിയും ഉപദ്രവവും ഒക്കെ. ഒന്നുമില്ല, നിങ്ങളുടെയൊക്കെ അജ്ഞതയും ഭയവും ഇവനെ പോലുള്ളവരൊക്കെ മുതലെടുക്കുക. നിള വനിതാ കമ്മീഷനിൽ വെള്ളക്കടലാസിൽ ഒരു പരാതി കൊടുക്കേണ്ട കാര്യമേ ഉള്ളൂ. അയാളുടെ പേരിൽ അടുത്ത സെക്കൻഡിൽ പോലീസ് കേസെടുക്കും. കേസൊക്കെ എടുക്കുമായിരിക്കും, പക്ഷേ അതുകൊണ്ടൊന്നും വലിയ കാര്യമില്ല മോനെ. അതെന്താ? പഞ്ചായത്ത് സെക്രട്ടറി ആയിരുന്നപ്പോ കൈക്കൂലി വാങ്ങിയതിന് വിജിലൻസ് അറസ്റ്റ് ചെയ്ത അവനെ 2 മാസം പേരിനൊരു സസ്പെൻഷൻ. അവൻ പിന്നെയും ജോലിക്ക് കയറിയെന്നാ ഞാൻ അറിഞ്ഞത്. വലിയ വലിയ പദവിയിലുള്ള ഉദ്യോഗസ്ഥരുമായിട്ടൊക്കെ നല്ല ബന്ധമാ മോഹന്. പലരെയും വീട്ടിൽ വിളിച്ചു വരുത്തി സൽക്കരിക്കാറുണ്ടെന്ന് നിള പറയും. വരുന്നവർക്ക് അവളെ കൊണ്ടാണത്രേ മദ്യം ഒഴിപ്പിക്കുന്നത്. ഒരിക്കൽ കള്ളുകുടിക്കിടയിൽ ഒരുത്തൻ അവളെക്കുറിച്ച് മോശമായി എന്തോ പറഞ്ഞതിന് അവള് താക്കീത് ചെയ്തപ്പോ അവരുടെ മുന്നിലിട്ട് അവളെ അവൻ തല്ലിയെന്നു. എന്തൊക്കെയാ മാമയെ കേൾക്കുന്നത്? അയാൾ ഇത്രയ്ക്ക് പോർന്നാണെന്ന് ഞാൻ കരുതിയില്ല. ഇത്രയ്ക്ക് സഹിച്ചും ക്ഷമിച്ചും ആ ബന്ധം ഇനി മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമില്ലെന്നാ എനിക്ക് തോന്നുന്നത്. അത് മനസ്സിലായതുകൊണ്ടാ അന്ന് വന്നപ്പോ ബന്ധം പിരിയുന്ന കാര്യം ഞാൻ നിന്നോട് സംസാരിച്ചത്. അന്ന് നീയും അതിനെ നിരുത്സാഹപ്പെടുത്തി. കാര്യങ്ങൾ ഇത്രമാത്രം വഷളായ അവസ്ഥയിലാണെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ മാമ. ഇനി ഈ ബന്ധം ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകാതിരിക്കുന്നതിനാണ് നല്ലത്.
ഉടനെ നമുക്ക് ഡിവോഴ്സ് ഫയൽ ചെയ്യണം. അയാൾക്കെതിരെ വനിതാ കമ്മീഷനിൽ പരാതിയും കൊടുക്കണം. നിന്നെപ്പോലെ കരുത്തനായ ഒരാൾ കൂടെ ഇല്ലാതെ എനിക്കും അവൾക്കും തനിച്ച് ഇതിനൊന്നും ഇറങ്ങി പുറപ്പെടാനുള്ള ധൈര്യമില്ല നന്ദ. മാമൻ വിഷമിക്കണ്ട. അവിടുത്തെ കോടതിയിൽ കേസ് ഫയൽ ചെയ്യാനുള്ള ഏർപ്പാടൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. അതിൻ്റെ പേരിൽ നിങ്ങളെ അയാൾ ഉപദ്രവിക്കാൻ വരുമെന്ന പേടിയും വേണ്ട. ഞാൻ കൂടെ ഇല്ലെങ്കിലും കാര്യങ്ങൾ വേണ്ട രീതിയിൽ മുന്നോട്ട് നീക്കാൻ ഞാനവിടെ എൻ്റെ ആൾക്കാരെ അറേഞ്ച് ചെയ്യാം. എന്നാലും നിന്നെപ്പോലെ ആകില്ലല്ലോ മോനെ നിനക്ക് പകരം വരുന്നവർ. നീ നോക്കണ്ട, ഞാൻ പറഞ്ഞത് സത്യ. അത് സ്വയം ബോധ്യപ്പെടാൻ വൈകിപ്പോയി. അതിന്റെ കുഴപ്പങ്ങളാ ഞാൻ ഈ അനുഭവിക്കുന്നത് മുഴുവൻ. നിളയ മാമൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് എന്തിനാണെന്ന് പറഞ്ഞില്ല. നന്ദ, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിള അവിടെ നിർത്താൻ എനിക്ക് നല്ല പേടിയുണ്ട്. മോഹൻ എപ്പോഴാ മദ്യപിച്ച് വീണ്ടും അവിടെ കയറി വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. ഇനി അങ്ങനെ ഉണ്ടായാൽ എന്റെ കൊച്ചിന്റെ അവസാനം ആ ദുഷ്ടന്റെ കൈയുണ്ടാവും. അതുകൊണ്ട് കുറച്ചു നാളത്തേക്ക് അവളെ നിന്റെ വീട്ടിൽ നിർത്തിയാലോ എന്നാ ഞാൻ ആലോചിക്കുന്നത്. ഇവിടെയോ? അതെങ്ങനെ ശരിയാവും മാമ? അതിന്റെ ശരിയും ശരികേടും എനിക്കറിയില്ല. പക്ഷേ ഇങ്ങനൊരു വഴി നോക്കിയില്ലെങ്കിൽ അവളെ നമുക്ക് ജീവനോടെ കിട്ടില്ലെന്ന് മാത്രം അറിയാം. അതുകൊണ്ട് പൊന്നുമോനെ, നീ അത് പറ്റില്ല എന്ന് മാത്രം പറയരുത്. ഞാൻ നിന്റെ കാല് പിടിക്കാം. ഏയ് മാമ, ചായ റെഡിയാണേ. നിളയുമായിട്ട് മോള് സംസാരിച്ചോ? ഞാൻ ചോദിച്ചിട്ട് ചേച്ചി കാര്യമായിട്ടൊന്നും പറയുന്നില്ല. എന്താ മാമ ചേച്ചിക്ക് പറ്റിയത്? എന്ത് ചോദിച്ചിട്ടും പാവം കരയാണല്ലോ. അവളുടെ വിധി അങ്ങനെ ആയിപ്പോയി മോളെ. ഞാനായിട്ട് ചെയ്തൊരു മഹാപാപത്തിന്റെ ഫലമാ പാവം എന്റെ കുഞ്ഞനുഭവിക്കണേ. എന്ത് ചെയ്യാം, പറ്റിപ്പോയത് പറ്റിപ്പോയില്ലേ. എന്താ പ്രശ്നം? നിളയെ കുറച്ച് ദിവസത്തേക്ക് നമ്മുടെ കൂടെ നിർത്തണമെന്നാ മാമൻ പറയുന്നത്. നമ്മുടെ കൂടെയോ? അവിടെ അവളുടെ ഭർത്താവ് ഭയങ്കര പ്രശ്നമാണെന്ന്. അതിന് നിളച്ചേച്ചി ഇവിടെ നിർത്തുന്നതാണോ പരിഹാരം? ഞാനോ തന്നെ മാമനോട് ചോദിച്ചത്. എന്താ നിന്റെ അഭിപ്രായം? നീ പറമോളെ. നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ ചേട്ടൻ ഒരിക്കലും അതിനെ സമ്മതിക്കില്ല. എന്താ നീ ആലോചിക്കുന്നത്? വേറെ വഴിയില്ലെങ്കിൽ നമ്മൾ അവരെ സഹായിച്ചാലേ പറ്റൂ ഏട്ടാ. നോക്കാം, നീ വാ. അവര് വന്നു എന്നറിഞ്ഞപ്പോ ഓഫീസിൽ പോകുന്നവര് ഞാൻ വെറുതെ ഒന്ന് കയറിയെന്നേ ഉള്ളൂ. റെസ്റ്റ് എടുക്കാനേ അവരെ ഡിസ്റ്റർബ് ചെയ്യണമെന്നില്ല. അല്ല, എന്തായാലും മുരളി ഇതുവരെ വന്നതല്ലേ. മുരളി വന്ന കാര്യം ഞാൻ ജോബിനോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ വരും. പിന്നെ അവരുടെ US ട്രിപ്പിനെ കുറിച്ച് വല്ലതും സംസാരിച്ചായിരുന്നോ ജോബിൻ? ഇല്ല, വന്ന് കേറിയപ്പോഴേ രണ്ടുപേരും നല്ല ടയേർഡായിരുന്നു. അതുകൊണ്ട് ആ കാര്യമൊന്നും സംസാരിച്ചില്ല. രണ്ടുപേരും ഭക്ഷണം കഴിക്കാൻ പോലും കൂട്ടാക്കിയില്ലെന്നേ. പിന്നെ ഞാനും വിചാരിച്ചു എന്നാ റെസ്റ്റൊക്കെ എടുത്ത് സമാധാനമായിട്ട് ആ കാര്യമൊക്കെ സംസാരിക്കാമല്ലോ എന്ന്. ഹായ് അങ്കിൾ. ജോബിൻ, ഞാൻ വന്ന കാരണം തന്റെ ഉറക്കം പോയോ? ഏയ് ഇല്ലെങ്കിൽ ഞാൻ ഉണർന്നു കിടക്കായിരുന്നു. ജസ്റ്റ് ഒന്ന് കിടന്നേ ഉള്ളൂ. യാത്ര കുറച്ച് മുഷിച്ചിലായിരുന്നു അല്ലേ? ആ, സബ്സ്റ്റിറ്റ്യൂട്ട് ഫ്ലൈറ്റ് ആയിരുന്നു. അതിന്റെ കുറച്ച് അസൗകര്യങ്ങള്. മാളു? അവൾ എഴുന്നേറ്റു കുളിക്കുക. അല്ല, ഇപ്പൊ ധൃതി പിടിച്ച് ചോദിക്കാന്ന് വിചാരിക്കരുത്. US കാര്യം എന്ത് തീരുമാനിച്ചു ജോബിൻ? അതിനെപ്പറ്റി സീരിയസ് ആയിട്ട് തന്നെ ആലോചിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് പേപ്പർ വർക്ക് കൂടി ശരിയാക്കാനുണ്ട്. എന്തായാലും കുറച്ച് സമയം കൂടി എടുക്കുമെന്നാ തോന്നുന്നത്. മാളുവിനുള്ള വിസയ്ക്ക് പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? മാളുവിനെ ഒപ്പം കൂട്ടാന്നാ ഞാൻ കരുതിയത്. പക്ഷേ അതിനെക്കുറിച്ച് ഒന്നുകൂടി ഒന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നുണ്ട്.